നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അലുവ അതുൽ വധവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും സംഭവത്തിൽ കൊലയാളികളും പോലീസും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന വിവിധ രേഖകൾ ഉണ്ട് എന്നതടക്കമുള്ള ഗുരുതര ആരോപണവുമായി പോലീസിനെതിരെ അതുലിന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും അതുലിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ 7-നാണ് അതുൽ ജാമ്യത്തിൽ ഇറങ്ങുന്നത്. അതുൽ സുഹൃത്ത് കുക്കു എന്ന് വിളിക്കുന്ന മനുവുമായി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷം തിരികെ വീട്ടിലേക്ക് കാറിൽ വരികയായിരുന്നു. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ 2 കിലോമീറ്റർ അകലെ വെച്ച് അതുലിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കാർ ഇടിപ്പിച്ച് വീഴ്ത്തിയ ശേഷമാണ് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം നടത്തിയതിന് പിന്നിൽ പ്രതികൾക്ക് പോലീസ് സഹായം കിട്ടിയിട്ടുണ്ട് എന്നതടക്കമുള്ള ഗുരുതര ആരോപണം പോലീസിനെതിരെ ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുന്നു. കൊലയാളികൾക്ക് അതുൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന വിവരവും എത്തിയ ശേഷം തിരികെ പോകുന്ന വിവരവും വ്യക്തമായി കിട്ടിയിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. മിക്കപ്പോഴും കാർ ഓടിച്ചിരുന്ന അതുൽ കാർ ഓടിക്കാതെ സമീപ സീറ്റിലാണ് ഇരിക്കുന്നതെന്നും വ്യക്തമായ വിവരം കിട്ടിയതിനെ തുടർന്നാണ് കൊലയാളികൾ കാർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാറിന്റെ ഇടതുഭാഗത്ത് അതുൽ ഇരുന്ന സ്ഥാനത്ത് ആക്രമണം നടത്തിയതെന്ന് ഇവർ പറയുന്നുണ്ട്. ആക്രമണത്തിലെ മുഖ്യപ്രതി അനീർ മുൻപ് തന്നെ അതുലിന്റെ ബന്ധുവിനോട് അതുലിനെ കൊല്ലാൻ പോലീസിന്റെ സഹായങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞതായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലയ്ക്ക് സഹായം ചെയ്തു എന്ന് ആരോപിക്കുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിന്റെ പ്രതികളുടെ ഫോൺ രേഖകളും പരിശോധിക്കണമെന്നും പ്രതികളെ പോലീസ് പിടികൂടിയതല്ലെന്നും മുൻധാരണ പ്രകാരം കീഴടങ്ങിയതാണെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. വധഭീഷണി ഉണ്ടായിരുന്നിട്ടും അതുലിന് പോലീസ് സംരക്ഷണം നൽകിയില്ല. അതുൽ കൊലക്കേസിൽ പോലീസിന്റെ പങ്ക് തെളിയിക്കുന്നതിന് നിയമ പോരാട്ടം നടത്തുമെന്നുമാണ് ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഗുണ്ടാപ്പകയിൽ ഓച്ചിറ മഠത്തിൽ കാരായ്മ കൃഷ്ണവിലാസം വീട്ടിൽ അതുലിനെ പട്ടാപ്പകൽ ജനമധ്യത്തിലിട്ടാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട്. നേരിട്ട് സംഭവത്തിൽ ഉൾപ്പെട്ടവരും സഹായികളും ഉൾപ്പെടെ 10 പേരാണ് അറസ്റ്റിലായത്. 8 പേരെ സംഭവ ദിവസം തന്നെ പിടികൂടിയിരുന്നു. മുഴുവൻ പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തതായി സിറ്റി പോലീസ് കമ്മീഷണർ M. ഹേമലതയും വ്യക്തമാക്കിയിരുന്നു. സംഭവം നടന്ന ഉടൻ തിരുവനന്തപുരം റേഞ്ച് DIG ഹിമചന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ സൗത്ത് സോണിലെ മുഴുവൻ പോലീസ് മേധാവികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് 10 പ്രതികളെയും വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞതെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ കടത്തൂർ കണ്ണമ്പള്ളി തെക്കതിൽ വീരപ്പൻ എന്ന് വിളിക്കുന്ന A. അനീർ, തഴവ കടത്തൂർ സ്വദേശി ബ്ലാക്ക് വിഷ്ണു എന്ന് വിളിക്കുന്ന K. വിഷ്ണു, കടത്തൂർ വലിയത് പടിഞ്ഞാറ്റതിൽ മണ്ണെണ്ണ നൗഫൽ എന്ന് വിളിക്കുന്ന A. നൗഫൽ, കടത്തൂർ സ്വദേശി S. ഹുസൈൻ, അതുപോലെ തന്നെ കുലശേഖരം പുന്നക്കുളം സ്വദേശി തോമ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ആഷിഖ്, കുലശേഖരപുരം സ്വദേശി ശങ്കരാടി എന്ന് വിളിക്കുന്ന S. ഷംനാഥ് എന്നിവരും ഇവർക്ക് സഹായികളായി പ്രവർത്തിച്ച തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക് റഹീം മൻസിലിൽ കഷണ്ടി ഫൈസൽ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ ഖാൻ, കടത്തൂർ ഫാത്തിമ മൻസിൽ N. അലി ഉമ്മർ, തേവലക്കര തടത്തിൽ വീട്ടിൽ ഷിനു പീറ്റർ, കുലശേഖരപുരം കൊല്ലണ്ടയത്ത് വീട്ടിൽ T. ആദിൽ മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവരെ ഇന്നലെ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കി കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം പകൽ 11:15 ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന പുതിയകാവ് ഭാഗത്ത് വെച്ചാണ് അരും കൊലപാതകം നടന്നത്. അതിൽ സഞ്ചരിച്ച വാഹനം കുഴിയിലേക്ക് വീഴ്ത്തി പിന്തുടർന്നെത്തിയ കാറിലുണ്ടായിരുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിൽ ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയതിന് പകരം വീട്ടിയതാണെന്നാണ് നിഗമനം. എന്തായാലും ജിം സന്തോഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതുലിന്റെ കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്ന ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. വ്യക്തമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആ ഒരു മറുപടിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ജിം സന്തോഷ് വധക്കേസിലെ മറ്റൊരു പ്രതിയായ മനുവിനും പരിക്കേറ്റിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി അതുൽ സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. കൃത്യത്തിന് ഉപയോഗിച്ച ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാർ തൊടിയൂർ ചെട്ടിയത്ത് മുക്കിലുള്ള ഒരു വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ സംഭവ ദിവസം രാത്രി തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇവർ കടന്നു കളഞ്ഞ കാറും മാരകായുധങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതുലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങി അതുൽ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് മടങ്ങുകയാണ് എതിർസംഘം പിന്തുടർന്നെത്തിയത്. പകൽ വെളിച്ചത്തിൽ മാസ്ക് പോലും ഇല്ലാതെയായിരുന്നു ബ്ലാക്ക് വിഷ്ണുവിന്റെ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. അതേസമയം കൊല്ലപ്പെട്ട അതുലിന് ചോര കാണുന്നതായിരുന്നു ലഹരി എന്നാണ് ഗുണ്ടാ സംഘങ്ങളുടെ വെളിപ്പെടുത്തൽ. എതിരാളികളെ ആക്രമിക്കാൻ കൂടമാണ് അതുൽ ഉപയോഗിച്ചിരുന്നത്. മദ്യപിക്കുകയോ പുകവലിക്കുകയോ മറ്റ് ലഹരി ഉപയോഗങ്ങളോ ഇല്ലാത്ത അതുലിനെ മനുഷ്യരക്തമാണ് ലഹരി പിടിപ്പിച്ചതെന്നാണ് മുൻ ഗുണ്ടാ സംഘാംഗങ്ങൾ പറയുന്നത്. വിവിധ സ്റ്റേഷനുകളിലായി 25-ലേറെ കേസുകളിൽ അതുൽ പ്രതിയാണ്. 3 വട്ടം കാപ്പ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. അലുവ ഇഷ്ടമായതിനാലാണ് ഓച്ചിറ മഠത്തിൽ കാരായ്മ കൃഷ്ണവിലാസം വീട്ടിലെ അതുലിനെ അലുവ അതുൽ എന്ന് വിളിക്കുന്നതെന്നും അതല്ല അതുലിന്റെ കുടുംബത്തിന് അലുവയുമായുള്ള ബന്ധമാണ് ആ പേരിന് പിന്നിലെന്നും നാട്ടുകാർ പറയുന്നു. കൊല്ലം ജില്ലാ ജയിലിൽ ശിക്ഷ അനുഭവിക്കവേ വാർഡനായിരുന്ന അഭിലാഷിനെ അതുൽ മർദ്ദിച്ചിരുന്നു. കലിമൂത്ത് ജയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടർ അടിച്ച് തകർത്തിട്ടുണ്ട്. കരുനാഗപ്പള്ളി കോടതിയിൽ റീൽസ് ചിത്രീകരിച്ചും അതുൽ
അതുൽ വിവാദത്തിൽപ്പെട്ടിരുന്നു. ഒടുവിൽ കാറിനുള്ളിലിട്ട് വിഷ്ണു സംഘവും വെട്ടിയതോടെ കൊല്ലരുതെന്ന് പറഞ്ഞു തീർക്കാമെന്നായിരുന്നു അതുലിന്റെ വാക്കുകൾ. പക്ഷേ വിഷ്ണു സംഘം അത് ചെവികൊണ്ടില്ല. ജിം സന്തോഷിന്റെ മരണത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ മാരകമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. എന്തായാലും കൊലപാതകത്തിൽ കലാശിച്ച പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ്. വൈനക സംഘവും കടത്തൂർ സംഘവും തമ്മിലുള്ള ഗുണ്ടാപ്പകയാണ് ഇതിന് പിന്നിലെന്ന വിവരവും. ജിം സന്തോഷ് കൊലപാതക കേസിൽ 1-ാം പ്രതിയാണ് അതുൽ. സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം അടങ്ങുമ്പോൾ അതിൽ 2 പേരെ കൂടി വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. അവരാണ് കൊലപാതകത്തിന്റെ പിന്നിലെന്നാണ് സൂചന. ആളുകളോട് ക്രൂരമായി പെരുമാറുന്ന പ്രത്യേക സൈക്കോ രീതിയായിരുന്നു അതുലിന്. ഹൽവ ഏറെ ഇഷ്ടമായതിനാൽ ഇപ്പോഴും ഹൽവ കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. എന്തായാലും ഗുണ്ടകൾക്കിടയിൽ ഈ പേര് വളരെ സുപരിചിതമായി മാറുന്നു. പെട്ടെന്ന് എതിർ സംഘത്തിലെ ആളുകളെ ആക്രമിക്കുമ്പോൾ ചുറ്റികയ്ക്ക് കാൽമുട്ട് അടിച്ചു തകർക്കുന്നതാണ് അതുലിന്റെ രീതി. പിന്നീട് എഴുന്നേറ്റ് നടക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ജിം സന്തോഷ് സുഹൃത്തായിരുന്ന ഓച്ചിറ സ്വദേശിയുമായി പിണങ്ങിയതോടെയാണ് ഇയാളുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് സന്തോഷിനെ കൊലപ്പെടുത്തിയതെന്നാണ് അതുൽ പോലീസിനോട് പറഞ്ഞത്. കഴിഞ്ഞ വർഷം മാർച്ച് 27 പുലർച്ചെയാണ് അതുലും സംഘവും പടനായർകുളങ്ങര വടക്ക് കെട്ടിശ്ശേരിയിൽ കിഴക്കതിൽ വീട്ടിൽ സന്തോഷ് കുമാറിനെ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തിയത്. ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം അമ്മ ഓമനയുടെ മുന്നിലിട്ടാണ് സന്തോഷിനെ കൊലപ്പെടുത്തിയത്. ഓമന കിടന്ന മുറിയുടെ കതക് വെട്ടിപ്പൊളിച്ച് ഉള്ളിൽ കടന്ന അക്രമി സംഘം മുറിയിൽ സന്തോഷില്ലെന്നറിഞ്ഞതോടെ തൊട്ടടുത്ത മുറിയുടെ കതക് തകർത്ത് അകത്ത് കയറി സന്തോഷിനെ ആക്രമിക്കുകയായിരുന്നു. സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് വെട്ടിയത്. സന്തോഷ് മരിച്ചെന്ന് കരുതി സംഘം മടങ്ങിയെങ്കിലും സന്തോഷ് കുമാർ തന്നെ ആംബുലൻസ് പിടിച്ച് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. കൊലയ്ക്ക് മുമ്പും 2 വധശ്രമങ്ങളിൽ നിന്നും സന്തോഷ് രക്ഷപ്പെട്ടിരുന്നു. മറ്റൊരു കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴായിരുന്നു സന്തോഷിനെ അലുവ അതുലും സംഘവും കൊലപ്പെടുത്തിയതെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ അതുലിനെ മറ്റൊരു സംഘവും കൊലപ്പെടുത്തുകയായിരുന്നു. ആ കേസിൽ തമിഴ്നാട്ടിൽ ഏറെ പണിപ്പെട്ടാണ് കേരള പോലീസ് അതുലിനെ പിടികൂടിയത്. എന്തായാലും പ്രതികളെയൊക്കെ വേഗത്തിൽ പിടികൂടാനായി ഇനിയും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഗുരുതര ആരോപണം പോലീസിനെതിരെ കുടുംബം ഉന്നയിക്കുന്നു. ഈ ഒരു വിവരം പ്രതികൾക്ക് പോലീസ് ചോർത്തിക്കൊടുത്തുവെന്ന ഗുരുതര ആരോപണമാണ് അതുലിന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.